CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 5 മണിക്ക് പൊതുസമ്മേളന നഗറിൽ ജില്ലാ സെക്രട്ടറി കൊടി ഉയർത്തുന്നതോടെയാകും സമ്മേളനത്തിന് തുടക്കമാവുക. നിലവിലെ സെക്രട്ടറി അനന്തഗോപന് പകരം സെക്രട്ടറി ആരാകുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക പക്ഷത്ത് ഇതുവരെ ധാരണയാകാത്തതാണ് സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുക. പ്രതിനിധി സമ്മേളന വേദിയായ NS ബാസി നഗറിൽ നാളെ രാവിലെ പതാക ഉയർത്തുന്നതോടെയാകും 3 ദിവസം നീളുന്ന CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുക. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 10 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 234 പ്രതിനിധികളും 34 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 10 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അടക്കം 278 പേരാകും സമ്മേളനത്തിൽ പങ്കെടുക്കുക. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ നേതൃത്വത്തിലാവും സമ്മേളന നടപടികൾ പുരോഗമിക്കുക. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തന റിപ്പോർട്ട് അവതരണമാകും ഉദ്ഘാടന ദിവസത്തിലെ പ്രധാന അജണ്ട. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയടക്കമുള്ള പ്രധാന വിഷയങ്ങൾ റിപ്പോർട്ടിലുള്ളതായാണ് സൂചന. ഇതിനു പുറമെ ജില്ലാ കമ്മിറ്റിയിലുള്ള ചില നേതാക്കളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജീവിതക്രമങ്ങളെപ്പറ്റിയും റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകാനിടയുണ്ട്. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വിഭാഗീയത പുതിയ രൂപത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നുവെന്ന വിലയിരുത്തലും സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലുണ്ടാകും. നിലവിലെ സെക്രട്ടറി K അനന്തഗോപൻ സ്ഥാനമൊഴിയുന്ന പശ്ചാത്തലത്തിൽ പുതിയ സെക്രട്ടറി ആരെന്ന് തീരുമാനമാകാത്തതാണ് സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A പത്മകുമാറിന്റെയും KP ഉദയഭാനുവിന്റെയും പേരുകളാണ് സജീവമായി ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ പത്മകുമാറിന്റെ പേരിനോടാണ് സംസ്ഥാന നേതൃത്വത്തിനും താൽപര്യം. ഇക്കാര്യത്തിൽ പിണറായി വിജയന്റെ നിലപാടാകും സെക്രട്ടറി ആരാകണമെന്ന് തീരുമാനിക്കുക. വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ചിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാകും ഉദ്ഘാടനം ചെയ്യുക. ഇതോടെയാകും സമ്മേളനം അവസാനിക്കുക. S ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.